ഇന്ന് നമ്മളുടെ സൺഡേ വ്ളോഗാണ്. പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം വഴിയേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോകണം, മാർക്കറ്റ് വരെയൊക്കെ ഒന്ന് പോകണം, സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ എഴുന്നേച്ചു. സൺഡേയിൽ നമ്മളങ്ങനെ നേരത്തെ എഴുന്നേക്കാറില്ലല്ലോ, താമസിച്ചല്ല എഴുന്നേക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് പക്ഷേ എനിക്ക് ഒരു ചെവിട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അത്രയ്ക്ക് തലകർക്കും ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ. ഈ തലകർക്കും ഈ തലവേദനയും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൊമിറ്റിങ് വരും. അപ്പോൾ ഇങ്ങനെ ഓർക്കാനിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. മരുന്ന് തീർന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് കഴിച്ച സമയത്ത് എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ഇതുവരെയും പോയി കണ്ടില്ല, പോയി കാണണം. അന്നേ പറഞ്ഞായിരുന്നു പോയി കാണണേന്ന്, പക്ഷേ കാണാൻ പറ്റിയില്ല. ഇനി എന്തായാലും പോയി കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് താമസിച്ചാണ് നമ്മൾ പിന്നെ വന്നത്. നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ അവിടെ ഇരുന്ന് ആദ്യം കാണിച്ചത് ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, മേക്കപ്പ് ബോക്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പിന്നെ അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ചു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ ഗ്ലൂ ഗണ്ണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ഇത് മേടിക്കണമെന്ന് ഇങ്ങനെ ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ തപ്പുന്നു. പക്ഷേ ഇത് എങ്ങനെയാണെന്ന്, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അത്രയും അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ആ ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പിന്നെ പറഞ്ഞു തന്നു. അങ്ങനെ സംഭവം ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കരഞ്ഞ് കാലും കൈയൊക്കെ പിടിച്ചിട്ട് ആൾ പറഞ്ഞു, ഇത് മേടിച്ച് നീ വീട്ടിൽ കൊണ്ട് വെച്ചാൽ നീ അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ തലക്കുഴിഞ്ഞെടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പിന്നെ മേടിച്ച് തന്നത്. എന്തായാലും ഇനി ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ആ മനുഷ്യൻ എന്നെ കൊല്ലും കേട്ടോ. എന്തായാലും ഇനി നമുക്ക് ക്രാഫ്റ്റൊക്കെ ഇടാം. പിന്നെ മടി പിടിച്ചിട്ടാണ് ചില സമയത്ത് എനിക്ക് നല്ല മടി വരും കേട്ടോ. ആ സമയത്താണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. പിന്നെ നമുക്ക് ഈ ചവിട്ടിയൊക്കെ മേടിക്കണമായിരുന്നു. പക്ഷെ അവിടെ ചവിട്ടി ഞാൻ നല്ലതില്ലായിരുന്നു കേട്ടോ. കളക്ഷനൊക്കെ തീർന്നിരിക്കും. അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കുറേയൊക്കെ അവിടേക്ക് ഉണ്ട്. എന്തായാലും ഇനി പതുക്കെ ഒന്നും കൂടെ വരണം എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുഴിമന്തി കടയിലോട്ട് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. നമ്മൾ അൽഫാം മന്തിയൊക്കെ ഇവിടുന്ന് സ്ഥിരം മേടിക്കാറുണ്ട്. സ്ഥിരം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മേടിക്കുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ ഇതുവഴി വരുവാണെങ്കിൽ നമ്മൾ മേടിക്കാറുണ്ട്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞനൊരു ഈ സാധനം എടുത്തിട്ട് എനിക്കിത് ഇഷ്ടമല്ല. എനിക്ക് പെപ്സി, കോള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുമായിരുന്നു. എനിക്കിങ്ങനെ ദേഷ്യം വരിട്ട് എന്നെ നിർബന്ധിച്ചൊക്കെ കുടിപ്പിക്കുവാണെങ്കിൽ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റുകളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോൾ അവർ വന്നുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ ഫോണും കൊടുത്തിട്ട് എടുക്കണേന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ എടുത്തതും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇത് നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ, ഫാമിലി മെമ്പർ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അനിയത്തിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതായത് ട്രിവാൻഡ്രത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവരവിടെ വരാമെന്നും പറഞ്ഞിട്ട്, പക്ഷെ അന്ന് അവർക്കൊരു മരണം കാരണം വരാൻ പറ്റിയില്ല. അന്നിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നതായിരുന്നു ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിൽ നമ്മളവിടെ വരും, അപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയായിരുന്നു ഈ ഒരു കണ്ടുമുട്ടൽ. പെട്ടെന്നുള്ളൊരു കണ്ടുമുട്ടലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഫാമിലി ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് അധികം അങ്ങനെ ആരും വന്ന് നിൽക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ആ ഒരു സന്തോഷമായിരുന്നു. എൻ്റെ ഒരു വീട്ടിൽ നിന്ന് ആൾ വരുമ്പം എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, അതായത് അമ്മ, മമ്മി അല്ലെങ്കിൽ അനിയത്തിമാരെയൊക്കെ വരുമ്പോൾ എങ്ങനെ ആ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. അവൾ വന്നപ്പോഴത്തേക്ക് അവൾ എന്തൊക്കെയോ എനിക്ക് കൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റായിട്ടൊക്കെ പൊതിഞ്ഞ് 2 പാക്കറ്റ് കൊണ്ടുവന്നു. അതിലെ ഒരെണ്ണം ഇതാണ് കേട്ടോ. മസാല ബോക്സ് ഓൾറെഡി എനിക്ക് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ഉള്ളത്, ഇത് വേറെ മാതിരി. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമൊക്കെയാണ്. എനിക്ക് വേണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ സ്നേഹമാണല്ലോ വലുത്. എനിക്ക് അവളിതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവളെ 2 അടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടായാലും നീ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്ന് ചോദിച്ചിട്ട്. കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ വന്നൊന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ അവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് കാണണം എന്ന് തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് കാണണം എന്നൊരു ആഗ്രഹത്തിനകത്ത് ഇതൊക്കെ കൊണ്ടുവരേണ്ടി
തരേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, അവൾ ആഗ്രഹിച്ച് കൊണ്ട് തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും പറയാഞ്ഞത്. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ തുണി കഴുവാനുണ്ടായിരുന്നു. രാവിലെ തുണി കഴുകി എടുത്തൊക്കെ എല്ലാം ഇട്ട് റെഡിയാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ലേറ്റായിട്ടാണല്ലോ എഴുന്നേറ്റത്. അതുകൊണ്ട് പിന്നെ അത് അങ്ങനെയും വെച്ചേക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഷർട്ട് സെപ്പറേറ്റ് ഞാനൊന്ന് തേച്ച് കഴുകിയിട്ട് മാത്രമേ വാഷിംഗ് മെഷീനകത്ത് ഇടാറുള്ളൂ. അതായത് ഈ കോളറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അഴുക്ക് കാണുമല്ലോ, നമുക്ക് അഴുക്ക് പറ്റുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, ഈ കൈക്കുഴിയുടെ അവിടെ, ഈ കോളറിൻ്റെ അവിടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തേക്കും. സോപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിടെ ഒന്ന് ബ്രഷോ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ചിട്ട് അവിടെ മാത്രമേ തേക്കാറുള്ളൂ. ഈ അഴുക്ക് കൂടുതലായിട്ട് പറ്റുന്ന ഭാഗം ഒന്ന് തേച്ചിട്ട് നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇടാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കഴിയുമ്പം ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് അഴുക്ക് പോവത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇട്ടാണ് ഞാൻ കഴുകാറുള്ളത്. നിങ്ങളിങ്ങനെയാണോ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ദീപ രഞ്ജിത്തിൻ്റെ മകളായ ദൃശ്യ രഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 29 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ മോക്ക് വേണ്ടിയിട്ട് ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് പേര് ആഡ് ചെയ്യാൻ പറ്റിയില്ല, കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോയിലാക്കിയത് കേട്ടോ, ക്ഷമിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ തുണി കഴുകാനൊക്കെ കിട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ രാത്രിയിലാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം അവൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റാണ്, ഭയങ്കര കൈപ്പുണ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തച്ചിലിരുന്ന് അന്നേരം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബാലൻസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഈ അവളെന്ന് പറയുന്നതേ, ഞാൻ എൻ്റെ അനിയത്തിമാരെയൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ മോളേന്ന് വിളിക്കും, അവളെന്നൊക്കെ വിളിക്കും. അത്രയും ഒരു സ്വാതന്ത്ര്യം പോലെ എനിക്ക് ആളോട് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവൾ ഇങ്ങനെ പറയുന്നത്. അതിന് തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട. ചിലർക്കൊക്കെ ഒരു അരിശം തോന്നും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് സ്നേഹം കൂടുതലുള്ളവരെയാണ് ഞാൻ അങ്ങനെയൊക്കെ വിളിക്കാറ്. പേര് അനീറ്റ എന്നായിരുന്നു. ഇപ്പോൾ അനീറ്റ ആണെങ്കിലും ചേട്ടനായാലും മക്കളൊക്കെ ആയാലും നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. നമുക്ക് ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ നിൽക്കുന്ന ഒരാളെ പോലെ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ വന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഈ പാത്രങ്ങളായിരുന്നു നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രാവിലെ മേടിച്ചത് കേട്ടോ. ഇത് ഞാൻ ഒന്ന് കഴുകി തുടച്ച് ഒക്കെ എടുത്ത് ഷെൽഫിൽ വെക്കാമെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ മുകളിലാക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ അവിടെയും വെക്കാൻ പറ്റുന്നില്ല. ഇനി ഇതൊരു ബോക്സിനകത്താക്കി തന്നെ ഇനി താഴെ എവിടെയെങ്കിലും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ ഗസ്റ്റുകൾ നമുക്ക് അങ്ങനെ വരാറില്ലല്ലോ. ആകെപ്പാടെ വരുന്നത് വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അമ്മയോ ശാലുവൊക്കെ ആണ് വല്ലപ്പോഴും വന്ന് നിൽക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. സംഖ്യയൊക്കെ ഇപ്പം നിൽക്കത്തുള്ളൂ. അല്ലാതെ പിന്നെ മമ്മിയോ അമ്മയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആണ്ടിലൊരിക്കൽ വരുന്നെന്ന് വേണമെങ്കിൽ പറയാം. വല്ലപ്പോഴും ഒക്കെ അല്ലേ വരാറുള്ളൂ. അല്ലാണ്ട് ഗസ്റ്റുകളായിട്ട് നമുക്ക് ആരും അങ്ങനെ വരാറൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ സത്യം പറഞ്ഞ പ്ലേറ്റൊക്കെ അങ്ങനെ മേടിക്കാറില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ ഈ ചൂടൊക്കെ തട്ടിയിട്ട് ഒരുമാതിരിയായി. അതുകൊണ്ട് ഞാൻ ഗ്ലാസിൻ്റെയാണ് ഇപ്പം മേടിച്ചത്. ഇതാകുമ്പോൾ ചൂട് തട്ടുമ്പം വേറെ പ്രശ്നങ്ങൾ വരുത്തില്ലല്ലോ. അപ്പോൾ ഒന്നി ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇനി അങ്ങനത്തെ മേടിക്കരുത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ എനിക്ക് ഈ ഒരു ടൈപ്പ് പാത്രങ്ങളൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ നല്ല പേടിയാണ് കേട്ടോ. താഴ്ത്തങ്ങാണം വീണ് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല പേടിയാണ്. ഇത് നല്ല രീതിയിൽ സ്ലിപ്പാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂട്ടൊക്കെ ആണോ തോന്നൽ എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.